കൊരിന്തോസ് 1:24 ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അപ്പൊ ക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അപ്പോഴേ ദൈവത്തിൽ നമുക്ക് രണ്ട് കാര്യം കിട്ടും. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഷയത്തിൻ്റെ ആശയ പരിസരം. ഇപ്പോൾ ഈ ടേബിൾ ഉണ്ടാക്കണം, ആദ്യം എന്ത് ചെയ്യണം? ടേബിൾ വരക്കണം അല്ലേ? അതിൻ്റെ അപ്പോൾ വീടാണെങ്കിൽ പ്ലാൻ ഉണ്ടാക്കണം അല്ലേ? അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലോകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദൈവം ഇതിൻ്റെ സ്കെച്ച് ഉണ്ടാക്കണം, സ്കെച്ചും പ്ലാനും ഉണ്ടാക്കണം. എന്നിട്ടാണ് അതിൻ്റെ അകത്ത് മാറ്റർ ഫില്ല് ചെയ്യണത്. അപ്പോഴേ അതുപോലെ തന്നെ അത് പ്രയോഗമെന്ന് പറയും. അപ്പോൾ ആദ്യം സിദ്ധാന്തം, പിന്നെ പ്രയോഗം. അതാണ് ജ്ഞാനവും ശക്തിയും. ശക്തിയാണ് പ്രയോഗം വരണത്. ദൈവം പവർ ആയതുകൊണ്ട് പ്രയോഗം ശക്തിയിൽ വരുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് നമ്മുടെ ബോഡിയിലാണ് ഈ ശക്തി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഹീലിംഗ് ആയിട്ട് വരും. അതിനൊരു മീഡിയമായിട്ടാണ് ഉടമ്പടി തലം ഉപയോഗിക്കുന്നത്. ഉടമ്പടി തലം ഉപയോഗിക്കത്തില്ലേ? ഉടമ്പടി തലം ഞങ്ങൾ അതിൻ്റെ അകത്ത് പവർ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇൻകൾക്കേറ്റ് ചെയ്യണത്? അത് കർത്താവ് നൽകിയ വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ പരമാധികാരത്തിൽ കർത്താവ് ആശീർവാദ അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആശീർവാദ അനുഗ്രഹം ചില അച്ഛന്മാർ സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ആ പള്ളിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ വെഞ്ചരിച്ച് കൊടുക്കാനേ ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ ആശീർവാദ അനുഗ്രഹം എല്ലാത്തിനും ഉപയോഗിക്കുമായിരുന്നു, എല്ലാത്തിനും. കാര്യം എനിക്കത് കിട്ടിയത് ഞാൻ പഠിക്കുന്ന കാലത്ത് ജോൺ പോൾ മാർപ്പാപ്പ വത്തിക്കാൻ്റെ അരമയുടെ മുകളിൽ ഈ അറ്റ്ലാന്റിക് സമുദ്രം കൂവിക്കുത്തി ഉയർന്നു വന്നിരുന്നു, ഇറ്റലിയെ വിഴുങ്ങണ പോലെ. അപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ അരമനയിൽ നിന്നുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മേൽ കൈ ഉയർത്തിക്കൊണ്ട് സമുദ്രത്തെ ആശീർവദിച്ചു. ഇത് 1983-84 ഇത് സംഭവിക്കുന്നത്. ഇത് എന്നെ വല്ലാത്ത രീതിയിൽ ഹോണ്ട് ചെയ്ത് എനിക്കൊരു തുറവ് കിട്ടി. എന്താ കാര്യം? ഇത്രയും ധൈര്യമായിട്ട് സമുദ്രത്തിന് മേൽ കൈ ഉയർത്താൻ കർത്താവിൻ്റെ പുരോഹിതനെ മാത്രമേ കഴിയത്തുള്ളൂ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രയോഗത്തിൽ വരുത്തുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അത് ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് ഈശോയിൽ നിന്ന് കിട്ടിയതാണ്. ലോക ചരിത്രത്തിലെ ഈശോ മാത്രമേ ശബ്ദത്തെ ശാസിച്ച് ശാന്തമാക്കിയിട്ടുള്ളത്. ഈ അധികാരമാണ് അപ്പോസ്തലന്മാർക്ക് കൈമാറിയിരിക്കുന്നത്. ചിലരത് ജോൺ പോൾ മാർപ്പാപ്പ പോലുള്ള ആൾക്കാരെ ആ അഭിഷേകത്തിൻ്റെ മുഴുവൻ പൂർണ്ണ തോതിൽ ഉപയോഗിക്കുന്ന ആളാണ്, പൂർണ്ണ തോതിൽ. പിന്നെ ചിലർ ഫങ്ഷനിലായിട്ട് അവരുടെ ലിമിറ്റേഷനിലുള്ള വിഷയങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ ആശീർവാദം ജനങ്ങളെ ആശീർവദിക്കാൻ, അല്ലാതെ ഓരോരുത്തരെയും ആശീർവദിച്ച് പുട്ടടിക്കാൻ വേണ്ടി ദൈവം തന്നെ അതല്ല. ആശീർവാദം ജനങ്ങളെ പൊതു നന്മയ്ക്കാണ്. പൊതു നന്മ. ശ്രദ്ധിക്കട്ടെ. കൊരിന്തോസ് 12:7 1 കൊരിന്തോസ് 12:7 ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമാണെന്നല്ല, മനസ്സിലായില്ലേ? പൊതു നന്മ. അതായത് മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും കടലിലെ ജീവങ്ങളും എല്ലാം ആശീർവദിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു പക്ഷിപ്പനി വന്നു, ആ ഒരു പക്ഷികൾ അല്ലെങ്കിൽ കടലിൽ തന്നെ സൂക്ഷ്മജീവികൾ, നമുക്കറിയാമല്ലോ, പ്ലാന്റൻസ് പോലുള്ള സൂക്ഷ്മജീവികളില്ലേ, അത് സമുദ്രം കലങ്ങി അതിന് വിഷാംശം കെമിക്കൽ കൂടിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റൻസ് എല്ലാം മരിച്ചു. സൂക്ഷ്മജീവികളാണ്, ഏകകോശ ജീവികളെ പോലെയുള്ള ആൽഗ പോലുള്ള ടൈപ്പ് സംഭവം സൂക്ഷ്മജീവികൾ നമുക്ക് കടലിൽ കാണാം. നിങ്ങൾക്ക് അതിങ്ങനെ 10,000 കൂടുമ്പോൾ ഒരു പച്ച പത പോലെ ഇങ്ങനെ കടലിൽ കാണും. നമ്മുടെ കടലിലും ഉണ്ടത്, ഞാൻ കണ്ടിട്ടുണ്ടത്. അതായത് അങ്ങനെ ഈ പ്ലാന്റൻസ് എങ്ങാനും സമുദ്രത്തിൻ്റെ രാസവ്യത്യാസം വന്ന് അപ്രത്യക്ഷമായാൽ ജീവജാലങ്ങളും നമ്മളും മരിക്കും ഉറപ്പായിട്ട്. അത്രയും ഇൻ്റർകണക്റ്റഡാണ് സംഭവം. പൊതു നന്മയെന്ന് പറയുമ്പോഴേ എവിടം വരെ ചെല്ലുന്നുണ്ടെന്ന് അറിയാമോ? ഈ പ്ലാന്റൻസ് പോലും സമുദ്രം പോലും നന്മയ്ക്ക് വേണ്ടി ആശീർവദിക്കുക. പണ്ട് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും 10 കൊല്ലം അടുപ്പിച്ച് ഞാൻ 901 തൊട്ട് 990 തൊട്ട് 2000 വരെ കടൽ ആശീർവദിക്കാൻ പോകുമായിരുന്നു. വള്ളമെടുത്ത് കടൽ ആശീർവദിക്കാൻ പോകും. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂക്ഷ്മജീവികളെ കഴിച്ച് കഴിയുന്ന കുഞ്ഞു മീനുകളുണ്ട്. ആ കുഞ്ഞു മീനുകൾ കഴിക്കുന്ന നെത്തോലിയുണ്ട്. നെത്തോലിയെ ചെമ്മീൻ കഴിക്കുന്ന മറ്റ് ചാള, അയില പോലെ അയിലയെ കഴിക്കുന്ന തിമിംഗലങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ചത്തുപോകും. പ്ലവൻ ചത്ത എല്ലാം ചത്തുപോകും. അതാണ് നമ്മൾ നിസ്സാര കാര്യമല്ല ശരിക്കും. അപ്പോൾ ഇതെല്ലാം എപ്പോഴും ആശീർവദിക്കുകയും ജീവജാലങ്ങളിൽ നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് ലോകത്തിൽ മുഴുവനും ഉണ്ടാകുന്ന ഇതുപോലെ പ്രകൃതി നാശത്തിനെതിരെ, ഉണ്ടാകുന്ന രാസമാറ്റങ്ങൾക്കും എതിരെ, അതിനുണ്ടാകുന്ന പലതരം വേസ്റ്റേജുകൾ, സമുദ്രം ഒരു കുപ്പക്കൂനയാക്കി മാറ്റുന്ന അവസ്ഥകൾ, അതിനെല്ലാം പ്രതിരോധിക്കാൻ ജ്ഞാനവും ബുദ്ധിയും ദൈവത്തിൻ്റെ ശക്തിയും നേതാക്കന്മാർക്കും ജനങ്ങൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും നൽകുന്നതിന് വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ.
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഈ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ആശീർവാദ ശക്തിയും വരപ്രസാദങ്ങളും നൽകിയിരിക്കുന്നത് സഭയ്ക്ക്. ഈ പൊതു നന്മ നമ്മുടെ എല്ലാവരുടെയും ഒരു റെഫറൻസ് സബ്ജക്റ്റ് ആയിരിക്കണം. പൊതു നന്മ. നമ്മൾ ഏറ്റവും കുറവ് പൊതു നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ന് തോന്നുന്നത്. മറ്റ് രാജ്യങ്ങളെക്കാൾ അപേക്ഷിച്ച് പൊതു നന്മയെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുന്ന, അതെങ്ങനെ വന്നു എന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ പൊതുവായിട്ട് നമ്മുടെ സംസ്കാരത്തെ വിമർശിക്കുന്നത് ന്യായമായ കാര്യമല്ല. പക്ഷേ പൊതു നന്മയെക്കുറിച്ചുള്ള ബോധം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ബൈബിളിൽ വിശ്വസിക്കുന്നവർക്കാണ്. പ്രത്യേകിച്ച് എന്താ കാരണം? ദൈവം ഓരോരുത്തർക്കും കഴിവ് നൽകിയിരിക്കുന്നത് അവരുടെ കുടുംബത്തിനും അവരുടെ വയറിനും വേണ്ടി മാത്രമല്ല. ഇവിടെ റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:7 ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ജോലി കിട്ടിയാലും നിങ്ങൾക്ക് വീട് കിട്ടിയാലും മറ്റ് ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് ഒരു കരുതൽ വേണം. ഇതിനാണ് കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്. കരുതലിൻ്റെ പ്രവൃത്തികളാണ് കാരുണ്യ പ്രവൃത്തികൾ. ഇപ്പോൾ കാരുണ്യ പ്രവൃത്തികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഷൈജ എന്ന് പറഞ്ഞൊരു ഷൈജു വടുതല അങ്ങനെ ഒരു മോളോട് സാക്ഷ്യം പറഞ്ഞാൽ അവരുടെ സാക്ഷ്യം കേട്ട് ഞാൻ ചിരിച്ചുപോയി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഉടമ്പടി എടുത്തിട്ട് അവർക്ക് ഒരു ചീനവലമുണ്ട്. അപ്പോൾ ഈ 4 കാല് കഴിച്ച് കായലിലേക്ക് കെട്ടിത്താത്തുന്ന വലയില്ലേ, കൊച്ചിയിലൊക്കെ ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, പള്ളിത്തോടിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ കായലിലൊക്കെ കാണാം. ഇപ്പോൾ ചീനവല രാത്രി മുഴുവൻ ഭയങ്കര കഷ്ടപ്പെട്ട ജോലിയാണത്. ഞാൻ പണ്ട് 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ചീനയുടെ തട്ടിലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കൂട്ടുകാരനായിട്ട്. അപ്പോൾ രാത്രി മുഴുവനും വല വലിക്കുമ്പോൾ കുറച്ച് വലയും കിട്ടും. 2-3 കിലോ ചെമ്മീൻ കിട്ടുന്ന ദിവസമുണ്ട്. പക്ഷേ ഉറക്കനിപ്പ് അതിൻ്റെ ഇരട്ടിയാണ്. അത്രയും നമ്മളൊക്കെ സിമ്പിളാണ്. നിങ്ങൾ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഓർക്കണേ, അതിന് ഉറക്കം നിൽക്കുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ പകുതി പോലും അവർക്ക് കിട്ടണില്ല. എല്ലാ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ സമർപ്പിച്ചൊരു ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഉടമ്പടി എടുത്ത് കാശുരൂപം കൊണ്ടുപോയി ചീനവല കെട്ടി. അപ്പോൾ അവൾ പറഞ്ഞ സാക്ഷ്യത്തിൽ ഇപ്പം കെട്ടിയിട്ട് 6 മാസമായി. ഇന്ന് വരെ അതായത് മത്സ്യം ഒഴിയണില്ല. സമൃദ്ധമായി രാത്രിയും പകലും ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പ്രയോഗമാണ് ശൈലജ ഷൈജു ചെയ്തിരിക്കുന്നത്. അവൾ അത് ഞങ്ങളെങ്ങനെയാണ് അത് ചെയ്യണത്? അതായത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞു ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടാണ്. ആ വിശ്വാസത്തിലാണ് ദൈവത്തിൻ്റെ പവർ, രക്ഷ. ഇപ്പോൾ രക്ഷ പ്രാപിക്കണം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ. അതായത് ഇപ്പോൾ റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചോടെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ആരാണ്? അതായത് ശമയോൻ പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാരാണ്? ഉണ്ണീശോയെ കൈ കൊടുത്തപ്പോഴാണ് ശമയോൻ പറയണത് എന്താണിത്? പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന്. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് അക്രൈസ്തവരായ സഹോദരങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഇടിവെട്ട് സാക്ഷ്യം പറയുന്നതിൻ്റെ കാരണം ഇതാണ്. എന്താ കാര്യം? ഇത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന. ശമയോൻ കണ്ടത് ആരെയാണ്? ആരെ കണ്ടത്? ഈശോനെ. അപ്പം രക്ഷ ആരാണ്? ഈശോ. അപ്പം ഈ ഈശോയെ നമ്മൾ ഒരു ഈശോ ബേസിക്കലായിട്ട് ആരാണ്? 1 കൊരിന്ത്യർ 1:24 എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമായ യേശുക്രിസ്തു. യേശുക്രിസ്തു എന്താണ് ഈ ജ്ഞാനം കിട്ടിയത്? ഹൗ ടു ഡു ഇറ്റ് ആൻഡ് നോ ഹൗ. അതാണ് ജ്ഞാനം. അത് പ്രയോഗത്തിൽ വരുന്നതാണ് ശക്തി. അപ്പോൾ ഇതെങ്ങനെയാണ് യേശുക്രിസ്തുവിന് ശക്തിയും ജ്ഞാനം കിട്ടിയത്? അത് അറിയണമെങ്കിൽ നമ്മുടെ ദാനിയേൽ 2:20 ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ദാനിയേൽ 2:20. ദാനിയേൽ 2:20. അവൻ പറഞ്ഞു, ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. ഇപ്പൊ ദൈവം തന്റെ സാന്നിധ്യം നൽകുന്നത് എന്ത് പ്രതീകത്തിലാണ്? നാമം എന്ന പ്രതീകത്തിലാണ്. പേര്. ഇത് വളരെ സീരിയസ് വിഷയമാണ്, നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം. അതായത് ദൈവം തൻ്റെ ശക്തി, ജ്ഞാനം അത് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി നിലവിലുള്ള സ്ഥിതി എന്താണ്? നാമമാണ്. നാമം, പേര്. ആ പേരിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? പേരിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? ജ്ഞാനവും ശക്തിയും സിദ്ധാന്തവും പ്രയോഗവും. ഒരു കാര്യം എങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് ഈ ജ്ഞാനവും നമുക്ക് ഇപ്പം യേശുവിൻ്റെ നാമം, യേശു നമ്മളിൽ സംലഭ്യമാകണത് എന്തിൻ്റെ പേരിലാണ്? നാമമായിട്ടാണ്. നാമം. ഇപ്പം 4:12 നടപടി പുസ്തകം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12. ആകാശത്തിന് കീഴേ, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ കർത്താവായ ക്രിസ്തുവിന്റെ നാമം ഒഴികെ മനുഷ്യന്റെ പാപങ്ങൾ മോചിച്ചുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടി there is no other name is given. The name, അതായത് വേറെ നാമവും നൽകപ്പെട്ടിട്ടില്ല. പിന്നെ എന്താണ്? ക്രിസ്തുവിൻ്റെ നാമം. ഈ ക്രിസ്തുവിൻ്റെ നാമത്തെയാണ് നമ്മൾ എന്തു ചെയ്യും? ഗ്ലോറിഫൈ ചെയ്യും. ഇതിൻ്റെ ടെക്നിക്കാലിറ്റി മനസ്സിലാക്കണം നമ്മൾ. ക്രിസ്തുവിൻ്റെ നാമത്തെ അത് അതിൽ നിന്ന് പവർ അടിക്കാൻ, ആ നാമത്തിൽ നിന്ന് ജ്ഞാനം നമുക്ക് ലഭിക്കാൻ 2 കാര്യമാണ് ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് പവർ, ശക്തി. രണ്ടാമത്തെ എന്താണ്? ജ്ഞാനം. ഹൗ ടു ഡു ഇറ്റ്. അതിൻ്റെ നോ ഹൗ, ജ്ഞാനസൂത്രം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത് ഈ നാമത്തിൽ നിന്നാണ്. അപ്പോൾ നാമത്തെ നമ്മൾ എന്താ ചെയ്യണത്? സാധാരണ നാമത്തെ എന്താ ചെയ്യണത്? ദൈവം ശക്തിയിലും ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നത് അവൻ്റെ നാമത്തിലാണ്. അപ്പോൾ നാമത്തെ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈശോ എന്താ പറയുന്നത്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ആരാധന, ആരാധന. യോഹന്നാൻ 17:1. യോഹന്നാൻ 17:1. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 12 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന, ആരാധന. യോഹന്നാൻ 12:28. യോഹന്നാൻ 12:28. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഇതാണ് സംഭവം. അതായത് ഇതിൻ്റെ ഒരു എന്താണ്? ബൈബിളിൻ്റെ ഒരു സാങ്കേതിക വിദ്യയാണ് ഞാൻ പറയണത്. അത് നമ്മളുടെ മുമ്പിൽ ഉള്ള ഒരു ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ വരുന്നത് നമ്മുടെ മുമ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നപ്ഷലായിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് പിതാവിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പ്രൊവിഷൻസ് ഉള്ളത് എവിടെയാണ്? ഉടമ്പടിയിലാണ്. അതിനകത്ത് പ്രാർത്ഥനയുണ്ട്, പ്രയോഗമുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റെഫി എന്താ ചെയ്തത്? സ്റ്റെഫിയോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ കുട്ടി എന്ത് പറ്റി? അതിനെ അവൾക്ക് സ്റ്റെഫിക്ക് വയറ്റും മുഴ, പിന്നെന്താണ്? ഗർഭസ്ഥ ശിശുവിൻ്റെ തലയുടെ അകത്ത് മുഴ, ഹൃദയത്തിൽ മുഴ. അപ്പോൾ ഒരു അമ്മയുടെ മാനസികാവസ്ഥയൊക്കെ അറിയാമല്ലോ. അവളെന്താ ചെയ്തിരിക്കണത്? അവളവിടെ, അതായത് ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് ബെറ്റർ ടു അബോർട്ട് ഇറ്റ്. പക്ഷേ സ്റ്റെഫി അബോർട്ട് ചെയ്യാൻ തയ്യാറല്ല. എന്താ കാര്യം? അവളെ ദൈവത്തെ ആശ്രയിക്കുന്നു, ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മഹത്വപ്പെടുത്തുമ്പോൾ എന്താണ് ചെയ്യണത്? മഹത്വപ്പെടുത്തുന്നതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ്? നമുക്ക് ചെയ്യാവുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ സുവിശേഷം സാക്ഷ്യമായിട്ട് ജീവിക്കുമ്പോഴോ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ്? ബേസിക്കലായിട്ട് യു ആർ ഗ്ലോറിഫൈങ് ദ നെയിം ഓഫ് ജീസസ്, അല്ലേ? ദൈവത്തിൻ്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നു. എങ്ങനെയാണ് മഹത്വപ്പെടുത്തണത്?
17:4 എടുത്ത യോഹന്നാൻ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 17:4. യോഹന്നാൻ 17:4. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. മനസ്സിലായില്ലേ? ദൈവത്തെ മഹത്വപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാരോട് അവരെ തടവി സ്നേഹിച്ച് നിർത്തുന്നത്. എന്താണ്? ഞാനവിടെ പറയും, ഇത് കർത്താവ് കൽപ്പിച്ചിരിക്കണ വരെ നീ നിന്നെ ഏൽപ്പിച്ച ജോലി അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നീ മുന്നേറണം. ഞാൻ നിനക്ക് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പറയും. അഭിഷേകമായിട്ട് ശക്തി കൊടുക്കും. ചിലപ്പോൾ കുട്ടിക്ക് ചില ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ഇവിടെ സുഖപ്പെട്ട സാക്ഷ്യമുണ്ട്. പക്ഷേ ചില കുഞ്ഞുങ്ങൾ സുഖപ്പെടാത്ത സാക്ഷ്യമുണ്ട്. അപ്പോൾ അതിന് പകരം എന്താ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്? ശക്തി കിട്ടും. എന്തിനാണ് 17:4 അനുസരിച്ചുകൊണ്ട്? അതായത് ഈ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന മുടക്കിക്കളയരുത്. മനസ്സിലായോ? ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീടേ മനസ്സിലാകത്തുള്ളൂ. അതാണ് 13:7 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 13:7. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. അപ്പൊ നമ്മളുമായിട്ട് യേശു ഇപ്പോഴുള്ള ഒരു ജീവിതത്തിൽ തീരുകയില്ല. ഒരു IELTS പാസ്സായി ജീവിതം ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല. ഒരു പിന്നീടുണ്ട്. ഇതെപ്പോഴും ഓർത്തേക്കണം. ക്രിസ്തുവായിട്ട് ഇടപാട് വെക്കാൻ ഉദ്ദേശിക്കുന്ന മക്കളെ ഒരു ഇപ്പോഴും ഉണ്ട്, ഒരു പിന്നീടും ഉണ്ടെന്ന് ഓർക്കണം. നമുക്ക് ഇപ്പോഴല്ലേ ഉള്ളു എല്ലാവർക്കും. അതുകൊണ്ടാണ് ഈശോ പറയണത്, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും നിങ്ങളുടെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നത്. പ്രലോഭമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ചിലർക്ക് വരുന്ന മണ്ടത്തരം എന്താണെന്നറിയോ? എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ചില ആൾക്ക് പെരുന്നാളിനൊക്കെ വളയം എറിയാൻ പോകില്ലേ? ആദ്യത്തെ വളയം എറിയുമ്പോൾ മേശ തട്ടിപ്പോവും, രണ്ടാമത്തെ തട്ടിപ്പോവും. അപ്പോൾ ചില ആൾക്കാർ കളി അവിടെ വെച്ച് നിർത്തി. എനിക്ക് കഴിയല്ല, എന്നെ നിങ്ങൾ നിർബന്ധിച്ചിട്ടില്ല വളയം എറിയിച്ചത്, അതെല്ലാം മേച്ച തട്ടി താഴെ പോയില്ല, ഒരു സോപ്പ് പെട്ടി പോലും കിട്ടിയിട്ടില്ല. ഇങ്ങനെ വളയം എറിയാൻ വേണ്ടി ചില ആൾക്കാർ മുടമ്പടി എടുത്ത് നടക്കുന്നുണ്ട്. എന്തൊരു കഷ്ടം. അവർ 2-3 നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ കട്ടയും പടയും മടക്കും. അതേ നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഇപ്പം നമ്മൾ ഇന്ന് കർത്താവ് വെളിപ്പെടുത്തുന്ന എല്ലാ വചനങ്ങൾക്കും ഒരു പ്രസൻറ്റ് ടെൻസുമുണ്ട്, ഒരു ഫ്യൂച്ചറുമുണ്ട്. അതായത് ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. നിങ്ങളൊരു മനുഷ്യനോട് ഇടപെട്ടെങ്കിൽ നിങ്ങളെ ഇന്ന് കാണുന്നു, ചിലപ്പോൾ നാളെ കാണത്തില്ല. ഇപ്പം തരാമെന്ന് പറഞ്ഞില്ലേ, എന്നാൽ മേടിച്ചോ, ചിലപ്പോൾ ചത്തുപോയാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും. ഇല്ല, ഇപ്പം നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞല്ലേ അച്ഛൻ. അപ്പോൾ ഉടനെ വീട്ടിൽ വന്ന് പറഞ്ഞ് അച്ഛൻ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ്, അപ്പോഴും ഉടനെ മേടിക്കുക, എടി കയ്യോടെ മേടിച്ചോ ആ അച്ഛന്. അപ്പോൾ അച്ഛന് എത്ര വയസ്സുണ്ടടി? അച്ഛന് 10, 65, 70 വയസ്സുണ്ട്. അവൻ്റെ അമ്മോ മിക്കവാറും തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ആൾക്കാരെ മനുഷ്യന്മാർ ഇടപെടുന്നത്. എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ കയ്യോടെ മേടിക്കാൻ പറയും, അല്ലെങ്കിൽ ആളപ്പിനെ കാണത്തില്ല. പക്ഷെ ദൈവത്തോട് ഇടപെടുമ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രെയർ ഫ്ലോപ്പായെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രെയർ ഫ്ലോപ്പാകത്തില്ല, അൺആൻസേർഡ് ആകും. അൺആൻസേർഡ് പ്രെയർ ഉണ്ട്, സൈലൻ്റ് ആൻസർ ഉണ്ട്. ഇപ്പോൾ സൈലൻ്റ് ആൻസർ കാര്യം ഇത് ഭയങ്കര ക്ലെവർ ബിസിനസ്സാണ്. ബുദ്ധിപരമായി ഈ തലയിൽ എന്തെങ്കിലും ആൾപ്പാർപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിയായി തുടരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്ത ഒരു ആഴ്ച വിശ്വാസിയായി പോകും. ആഴ്ച ചിട്ടിയെന്ന് പറഞ്ഞ പോലെ ആഴ്ച വിശ്വാസി തീർന്ന്. ഒരു കരിമരുന്നിനുള്ള ഒരു വെടിക്കുള്ള മരുന്നുണ്ട്, അത് വെച്ച് ഉടമ്പടി ചെയ്ത് പിന്നെ അത് വർക്കൗട്ട് ചെയ്തില്ല, ഈ ആൾ അവിടെ വെച്ച് കട്ടയും പടവും മടക്കി അങ്ങനെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ആൾക്കാരെയൊക്കെ ഒന്നും പടപടാന്ന് കാണാത്തതിൻ്റെ കാരണം എന്താണ്? കാര്യം ഇതുപോലെ അലപരാധികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കാര്യം ഒരു വെടിക്കുള്ള മരുന്നുണ്ട്, അത് വെച്ചുള്ള കാച്ചാണ്. ചില ആൾക്കാരെ പറയത്തില്ലേ, ഒന്ന് അകപ്പാടെ ഇതുകൊണ്ട് മിന്നിച്ചേക്കണമെന്ന് പറഞ്ഞ പോലെ ഒറ്റ ഉടമ്പടി കൊണ്ട് മിന്നിയില്ലെങ്കിൽ ആൾക്കാർ വണ്ടി വിട്ട് പോകും. അങ്ങനെ പോകുന്ന ഈ ടെമ്പററി ഫെയ്ത്തുള്ള ആൾക്കാരെ വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? അതാണ്. പിന്നെ വിഷയം സീരിയസ് ആയി കാണും. അതുകൊണ്ടാണ് രേഖ കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. രേഖ കാണിക്കണം നിങ്ങൾ പറയുന്ന കാര്യം. ചിലപ്പോൾ ആൾക്കാരെന്താ വെച്ചാൽ പലരും പണ്ടൊക്കെ എന്നെ ഒത്തിരി പറ്റിക്കും, ഭയങ്കര നിലവിളിച്ച് കരഞ്ഞ് ഭയങ്കര നാടകത്തിന് സിനിമയിലൊക്കെ വീട്ടിൽ അഭിനയിക്കാനേക്കാൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരില്ലേ, അവരിങ്ങനെ പദം പറഞ്ഞൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കും. പക്ഷേ പിന്നെ ഈ ഉടമ്പടിയിൽ ആൾക്കാരെ കാണത്തില്ല. ഉടമ്പടി എടുക്കാൻ തന്നെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതാണ് പ്രശ്നം. പക്ഷേ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് 3-4 പ്രാർത്ഥന കഴിഞ്ഞാൽ ഇത് ആൾക്കാരെ കാണത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇന്ന് നീ ഉടമ്പടി എടുത്ത് ഇന്ന് കാണും. വിഷയം സീരിയസ് ആയാൽ മതി. അതിൻ്റെ രേഖ കയ്യിലുണ്ടാകണമെന്നേ ഉള്ളൂ. അപ്പം സത്യസത്യമായിരിക്കണം. ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവത്തോടാണ് നിങ്ങൾ
ഇടപാട് ചെയ്യണതെന്ന് ഉടമ്പടിയുടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ഫ്ലോപ്പ് ഉണ്ടായാൽ, ഞാൻ അതുകൊണ്ടാണ് സ്റ്റുഡൻസിനോട് പറയേണ്ടത്, മക്കളെ നിങ്ങൾ എൻ്റെ അടുത്ത് പകുതി ആൾക്കാർ ചിലപ്പോൾ തോക്കാൻ സാധ്യതയുണ്ട്. മുഖത്ത് നോക്കി പറയും, അവർ തോക്കത്തില്ലേ, അതല്ല, അതായത് 1-2 പേർ തോറ്റാൽ അവർ പൊട്ടന്മാരാകരുത്. കാര്യം കർത്താവിനൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അയ്യോ പാപി വിശ്വാസികളുണ്ടല്ലോ, അയ്യോ പാപി വെച്ചാൽ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി മാത്രം ദൈവത്തിനെ സമീപിക്കുന്ന ആൾക്കാർ, അവർ വീണു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ഒരു മുന്നറിവ് കൊടുക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ ഒരു ബ്ലഫ്നെസ് കൊണ്ട്, ബ്ലണ്ടർ കൊണ്ട് നിങ്ങൾക്ക് തോൽവി സംഭവിച്ചാലും നിങ്ങൾ ദൈവത്തെ വിശ്വാസത്തിലെടുക്കണം. നിങ്ങൾ അതിൻ്റെ പേരിൽ പ്രാർത്ഥന മുടക്കുകയോ പരിത്യാഗം മുടക്കുകയോ കാരുണ്യപ്രവൃത്തി മുടക്കുകയോ ഒന്നും ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാരുണ്യപ്രവൃത്തി മുടക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ, ചിലപ്പോൾ കാരുണ്യപ്രവൃത്തി മുടക്കണ ഒരു ഊണിൻ്റെ കാശ് ചിലപ്പോൾ ലാഭമാകാം, പക്ഷേ 1000 ഊണിൻ്റെ കാശ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? നിങ്ങൾ ഫ്രോഡാണെന്ന് ബ്രാൻഡഡ് ആവും. അതാ പ്രശ്നം. നിങ്ങളിപ്പോൾ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയില്ല, അനുഗ്രഹം കിട്ടാത്തതിൻ്റെ പേര് നിങ്ങൾ ഉടമ്പടി ഉഴപ്പി കാരുണ്യപ്രവൃത്തി നിർത്തി വെച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലാഭം? ഒരു 5 ഊണിൻ്റെ ലാഭം കാരുണ്യപ്രവൃത്തി ചെയ്തിട്ടില്ല. പക്ഷേ എന്താ പ്രോബ്ലം? ഒരു 50,000 ഊണിൻ്റെ നഷ്ടം വരാൻ പോകുകയാണ്. എന്താ കാര്യം? നിങ്ങൾ ഫ്രോഡാണെന്നുള്ളത്, കാപട്യം കൊണ്ട് നടക്കുകയാണ്, വയറ്റിപ്പഴപ്പിനെന്നുള്ളത് ദൈവത്തിന് പിടികിട്ടി. എന്താ കാര്യം? ഈ സംഭവം നടന്നില്ലെങ്കിൽ പിന്നെ നീ വിശ്വാസത്തിൽ നിലനിൽക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പിടികൊടുത്തില്ലേ? പിടികൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ നീ എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞാലും ദൈവം ഏൽക്കത്തില്ല. കാരണം യു ആർ ബ്രാൻഡഡ് ആസ് എ ഫ്രോഡ്. നിങ്ങൾ പക്ക ഫ്രോഡായിട്ട് നമ്പേഡ് ഫ്രോഡിൻ്റെ കൂട്ടത്തിൽ പെടുത്തി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇൻ്റലിജൻ്റാണ്. ഈ വിശ്വാസം വിനിമയം ബുദ്ധിപരമായ നടപടിയാണ്. നാളെ കാര്യം നമുക്ക് പണി വരുന്ന ഒരു തീരുമാനം ഇപ്പോൾ എടുക്കരുത്. ക്ലിയറല്ലേ ഞാൻ പറയണത്? ഇത് ശ്രദ്ധിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അങ്ങനെ ഫ്രോഡായിട്ട് ബ്രാൻഡഡ് ആയില്ലെങ്കിലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? സ്റ്റെഫി കണ്ട ഡോക്ടർ പറഞ്ഞ അബോർട്ട് ചെയ്ത് കള, നിൻ്റെ വയറ്റ് മുഴയല്ലേ, കൊച്ചിൻ്റെ തങ്കിൽ മുഴയല്ലേ, കൊച്ചിൻ്റെ തലേ മുഴയല്ലേ, ഈ കൊച്ചിനെ കിട്ടിയിടുന്ന കാര്യം. അങ്ങനെ ഡോക്ടർ ചോദിച്ചത്. ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? പക്ഷേ സ്റ്റെഫി പറയും, ഈ കൊച്ചിനെ കർത്താവ് എനിക്ക് തരും. അവളെന്താ ചെയ്തിരിക്കണത്? അവൾ ഉടമ്പടി തൈലെടുത്ത് വയറ്റേ പുരട്ടും. മരുന്നവിടെ തോറ്റില്ലേ? ഉടമ്പടി തൈലെടുത്ത് വയറ്റേ പുരട്ടും. വയറ്റേ എല്ലാ ദിവസവും പുരട്ടും. ഉടമ്പടി തൈലം തീരുമ്പോൾ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ദിവസവും വയറ്റേ പുരട്ടും. വയറ്റ് ആ 2ാമത്തെ മാസം തൊട്ട് 10ാമത്തെ മാസം വരെ ഉടമ്പടി തൈലം വയറ്റേ പുരട്ടുകയാണ്. എത്ര കുപ്പി ഉടമ്പടി തൈലം പുരട്ടി കാണാം. എന്നിട്ട് എന്താണ് അമ്മ ചെയ്തിരിക്കണത്? അമ്മ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ ഈസിയായിട്ട് കുഞ്ഞിനെ പ്രസവിച്ച് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു മുഴയുമില്ല. അവളുടെ മുഴയും പോയി, കുഞ്ഞിൻ്റെ ചങ്കിലെ മുഴ പോയി, കുഞ്ഞിൻ്റെ തലയിലെ മുഴ പോയി, ഒരു മുഴയുമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുട്ടി. പ്രൈസ് ദി ലോർഡ്. അതാണ് പക്ഷേ സ്റ്റെഫിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെഫി ഒരു ഫ്രോഡായിരുന്നെങ്കിലേ ഈ വിജയിക്കത്തില്ല. കാര്യം എന്താണ്? സ്റ്റെഫിയുടെ ഹിസ്റ്ററി ഉണ്ട്. നമുക്കെല്ലാവർക്കും ഹിസ്റ്ററി ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ആയിരിക്കുന്ന കാലത്ത് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി. ആ ഡോക്ടർ തന്നെ ചിലപ്പോൾ ഗൈനക്കും ആയിരിക്കും, ചിലപ്പോൾ പീഡിയാട്രിസ്റ്റും ആയിരിക്കും. ആ ഡോക്ടറിനെ തന്നെ നമ്മൾ കുഞ്ഞുള്ള കാലത്തെല്ലാം കണ്ട്, കുഞ്ഞിന് 6 വയസ്സുള്ളപ്പോൾ നമ്മുടെ എന്തുണ്ടാവും? ഒരു ഡയറി ഉണ്ടാവും അല്ലേ? ഇത്രയും വലിയ ഡയറിയും കൊണ്ടാണ് ഒരു നടത്തുന്നത്. ആ കുഞ്ഞിന് വേണ്ടി പ്രഗ്നൻ്റ് ആയിരുന്ന ആദ്യത്തെ ആഴ്ച ടെസ്റ്റ് ചെയ്യണ തൊട്ട് എടുത്ത ഡോക്ടർ പിന്നീട് 6 വയസ്സാകുന്നവരെ എടുത്തിട്ടുള്ള അതായത് ഗൈനക്കിൽ നിന്ന് പീഡിയാട്രിസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു 200 പേജിൻ്റെ നോട്ട് ബുക്ക് ഉണ്ടാവും ആ കൊച്ചിന് ചെയ്ത മരുന്നുകളെല്ലാം കൂടി അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ ഒരു കേസ് ഹിസ്റ്ററി ഉണ്ടാവും ദൈവത്തിൻ്റെ കയ്യിൽ. എന്താ കാര്യം? സ്റ്റെഫിക്ക് കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അവൾ ആദ്യം ഒരു വിശ്വസിച്ചിരുന്നു, ഇപ്പോഴും വിശ്വസിക്കുന്നു. അതിന് ഡോക്ടർ പറഞ്ഞാൽ ഏൽക്കത്തില്ല. എന്താ കാര്യം? ഞാൻ വിശ്വസിക്കണം എൻ്റെ ദൈവം, ഇനി അതാണ് എനിക്ക് തരാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കണമെന്ന് പറയും. അതാണ് വിഷയം. ഇനി അങ്ങനെയാണ് ഒരു കുഞ്ഞിനെ എനിക്ക് തരാൻ ദൈവം ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി അതിനെ വളർത്തും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റാണത്. വിശ്വാസത്തിൻ്റെ പ്രൈമറി സ്കൂളല്ല, ഇത് ഉയർന്ന സ്കൂളാണ്. വിശ്വാസം വളരും തോറും അതിൻ്റെ നിലപാടുകളും നടപടിക്രമങ്ങളൊക്കെ വളരും. ഇതിങ്ങനെ വന്നിട്ട് നമുക്കറിയാമല്ലോ, ഇവരെല്ലാം ഉടമ്പടി ഒരു ജീവിതക്രമമായിട്ട് ദൈവത്തെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവർ അനുഭവിച്ച് ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പേര് സുനിത. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2023 മെയ് 19 ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം, ഇതെൻ്റെ 2 മക്കൾ. ഇത് ഇളയാളാണ് പ്രജ്വലിന് 3 വയസ്സ് മുതൽ ഒരു അസുഖമുണ്ടായിരുന്നു. അതായത് രാവിലെ ഉറക്കമുണർന്ന് എണീറ്റ് വരുവാൻ വൈമുഖ്യം കാണിക്കുകയും പാർഷ്യലി അൺകോൺഷ്യസ് ആയ അവസ്ഥയിൽ കിടക്കുകയും
ദേഹം മുഴുവനായിട്ട് നല്ല രീതിയിൽ സ്വെറ്റിംഗ് ആവുകയും രോമങ്ങളൊക്കെ എഴുന്നു നിൽക്കുകയും എല്ലാം ചെയ്യുന്നൊരവസ്ഥ. നമ്മൾ എന്ത് ചോദിച്ചാലും കുഞ്ഞ് മൂളുക മാത്രം ചെയ്യുമായിരുന്നു. അത് മാനസികമായി എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. ഇത് 3 വയസ്സ് മുതൽ ആരംഭിച്ചതാണ്. 1 മാസം, 1.5 മാസം, 2 മാസം കാലയളവിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പീഡിയാട്രീഷ്യനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞ് ഷുഗർ ലെവൽ കുറയുന്നത് മൂലമായിരിക്കാം കുട്ടിക്ക് ഇത് ഉണ്ടായിരിക്കുന്നതെന്ന് കരുതിയിട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്തു. നോർമലായിരുന്നു. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞ് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമ്മൾ കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, കുഞ്ഞ് ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും മാനസികാവസ്ഥ വല്ലാതെയായി. ഒരു സെക്കൻഡ് ഒപ്പീനിയനെ നോക്കി നമ്മൾ വീണ്ടും ഒരു കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞ് ഇത് തീർച്ചയായിട്ടും നോർമൽ കേസ് അല്ല, ഈ കുട്ടിക്ക് ബ്രെയിനിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട്, ഇനിയും ഇത് ആവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു പീഡിയാട്രിക് ന്യൂറോനെ കാണിക്കാൻ പറഞ്ഞു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിന് ഈ അവസ്ഥ വരികയും ഞങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പീഡിയാട്രിക് ന്യൂറോ സർജനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഒന്നുകിൽ കുട്ടിക്ക് രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന ഫിറ്റ്സ്, അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ബ്രെയിനിൽ ഇഷ്യൂസ് ഉണ്ട്. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ EEG എടുക്കാൻ പറഞ്ഞു. ഈ സമയം ഒരു അമ്മ എന്ന അവസ്ഥയിൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു ചേച്ചി ഇവിടെ ഉടമ്പടിയിലായിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് അറിയിച്ചു കൃപാസനം എന്നുള്ളൊരു പള്ളി ആലപ്പുഴയിലുണ്ട്, മാതാവിൻ്റെ ഒരു പള്ളിയാണ്, അവിടെ ഉടമ്പടിയുണ്ട്. കൃപാസനം എന്തെന്നോ ഉടമ്പടി എന്തെന്നോ അറിയാത്ത എനിക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഈശോയുമായിട്ട് എനിക്കൊരു പഴയ ബന്ധമുള്ളത് കാരണം വേഗം തന്നെ മാതാവെന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഓൺ ചെയ്തിട്ട് ഇത് അടിച്ചു കൊടുത്തപ്പോൾ തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു പരിശുദ്ധാമ്മയുടെ ഒരു ഫോട്ടോയാണ് എൻ്റെ മൊബൈലിൽ കിട്ടിയത്. ആദ്യം തന്നെ ഞാൻ അത് സേവ് ചെയ്തു. പിന്നെ കുറേ സാക്ഷ്യങ്ങൾ കേട്ടു. ഉടമ്പടി എന്നുള്ള വാക്കല്ലാതെ ഒന്നും എനിക്ക് അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, നാളെ EEG എടുക്കാൻ പോവുകയാണ്, എൻ്റെ കുഞ്ഞിന് എന്തോ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതൊരു മരുന്ന് കഴിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കരുതെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേയിൽ EEG എടുക്കാൻ പോകുന്ന സമയത്തെല്ലാം മാതാവിൻ്റെ ഈ ഫോട്ടോ കയ്യിൽ മൊബൈലിൽ നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇരുന്നു. EEG കഴിഞ്ഞ് ഡോക്ടർ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് രാത്രി കാലങ്ങളിൽ വരുന്ന ഫിറ്റ്സാണ്, ഇതൊരു 12 വയസ്സ് വരെ തുടരും, അത് ഡേഞ്ചറാണ്, കാരണം രാത്രിയിൽ ഈ കുഞ്ഞിനും അറിയില്ല, നമുക്കും ഈ രോഗാവസ്ഥ വരുന്നത് എപ്പോഴാണെന്ന് അറിയില്ല, അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ സാധാരണ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ തളർന്നു പോകും എന്തെങ്കിലും വയ്യാഴിക ബുദ്ധിമുട്ടുണ്ടാകുമ്പം. പക്ഷേ എനിക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നി. ഞാൻ അപ്പോഴും ഡോക്ടറിൻ്റെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇരുന്നു. ഫിറ്റ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും മെഡിസിൻ എഴുതും, മാതാവേ ഇതിന് ഡോക്ടർ മെഡിസിൻ എഴുതാനായിട്ട് ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി. ഒരു മെഡിസിൻ എഴുതി കാണും. പെട്ടെന്ന് അദ്ദേഹം പേന താഴെ വെച്ച് എന്തോ ഒന്ന് ആലോചിച്ച പോലെ ഇരുന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് മെഡിസിൻ വേണ്ട. അപ്പോൾ കുഞ്ഞിന് 6 വയസ്സ് പ്രായമേ ഉള്ളൂ, 12 വയസ്സ് വരെ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട കാലയളവുണ്ട്, മറ്റ് പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറങ്ങുന്ന കാര്യങ്ങൾ, TV കാണുന്ന സമയങ്ങൾ, ഇതിലൊക്കെ ഒരു ക്രമീകരണം തരാം, ഇപ്പം അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു താക്കീത് തന്നിരുന്നു, ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ മെഡിസിൻ എടുത്തേ പറ്റൂ. പക്ഷെ അന്നേരം എൻ്റെ മനസ്സിലൊരു ധൈര്യം വന്നു, എന്തായാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കുമല്ലോ, പിന്നെ ഇനി ഇതെങ്ങനെ വരാനാ എന്നൊരു തോന്നൽ. അപ്പോൾ ഒരാഴ്ച കാലം വീണ്ടും കടന്നുപോയി. എനിക്ക് ഇവിടേക്ക് ഓടിയെത്താനുള്ള ആഗ്രഹം. പക്ഷേ എൻ്റെ ഫാമിലിയിലുള്ള ചേച്ചി പല ജോലികളാൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയായത് കാരണം എനിക്ക് ചേച്ചിയോട് ചോദിക്കാൻ ഒരു മടി, ഞങ്ങളെ ഇവിടെ ഒന്ന് കൊണ്ടുവരാമോ എന്ന്. പക്ഷെ ഞാൻ ആ ദിവസങ്ങളിൽ ഒരു സ്വപ്നം കണ്ടു. ഏതോ ഒരു പള്ളി, അതിൻ്റെ ഫ്രണ്ടിലെ ഒരു 3-4 സ്റ്റെപ്പ്, ഞാനും എൻ്റെ മക്കളും കൂടെ ആ പള്ളിയിലേക്ക് കടന്നു വരികയും ഒരു അച്ഛൻ വന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് കടന്നു വരികയും ചെയ്തു. ആ സ്വപ്നം കണ്ട കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറയാനായിട്ട് പോയപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നാളെ റെഡി ആയിക്കോ, പള്ളിയിൽ കൊണ്ടുപോകാമെന്ന്. എനിക്കുണ്ടായ സന്തോഷത്തിന് അതിലില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെയ് 19, 2023 മെയ് 19 ഈ പുണ്യഭൂമിയിൽ കടന്നു വരികയും ഇവിടെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് ആദ്യം തന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. ഈ മണ്ണിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ട പള്ളിയുടെ ഫ്രണ്ട് വശം കൃപാസനമായിരുന്നുവെന്നും ഞാൻ കണ്ട അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനായിരുന്നുള്ള ബോധ്യം എനിക്ക് വന്നത്. അതെന്നെ വല്ലാതെ സ്പർശിച്ചു. അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു. പിന്നെ ഇവിടെ ഉടമ്പടിയിൽ കിട്ടിയ തൈലം അത് ഡെയിലി എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, പരിശുദ്ധ അമ്മേ, ഇനി ഈ അസുഖത്തിൻ്റെ പേരിൽ ആ ഹോസ്പിറ്റലിൻ്റെ പടി ചവിട്ടാനുള്ള സാധ്യത ഞങ്ങൾക്ക് ഒരുക്കി തരരുത്. ഇത് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇന്ന് മെയ് 19 ആകുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് 2 വർഷക്കാലമാകുന്നു. ഇന്ന് ഈ നിമിഷം വരെയും
എൻ്റെ കുഞ്ഞിന് ആ ഒരു രോഗാവസ്ഥയോ അതിൻ്റെ ഒരു സിംറ്റംസോ ഉണ്ടായിട്ടില്ല. മാതാവ് ആ രോഗത്തിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമതും ഈ ചെറിയ മകൻ്റെ ഒരു സാക്ഷ്യമാണ്. കുഞ്ഞിന് ഒരു 4 വർഷക്കാലമായിട്ട് ശബ്ദ തടസ്സമുണ്ടായിരുന്നു. അതായത് വാക്കുകൾ പറയുമ്പോഴല്ല, വാചകങ്ങൾ പറയുമ്പോഴേ ലാസ്റ്റ് പറയുന്ന വാക്കുകളൊന്നും പുറത്തേക്ക് വരില്ല. സ്കൂളിലെ അധ്യാപകരും നമ്മളെ വിളിച്ചു പറഞ്ഞു. നമ്മളപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞു, സാരമില്ല, കൊച്ചുകുട്ടിയല്ലേ, കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ അവസ്ഥ കൂടിക്കൂടി വന്നു. വീണ്ടും വീണ്ടും ശബ്ദത്തിൻ്റെ ഇടർച്ച കൂടി. അങ്ങനെ വന്നപ്പോൾ അത് ശരിയാവില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളൊരു ENT ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഒരാഴ്ചത്തെ മെഡിസിനാണ് തന്നത്. കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. ഡോക്ടർ പറഞ്ഞു, നാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ, തിയേറ്ററിൽ വെച്ച് നമുക്കൊരു ടെസ്റ്റ് നടത്താം. വോക്കൽ കോഡിൽ ടോർച്ച് അടിച്ച് നോക്കുന്ന ഒരു ടെസ്റ്റാണ്, നമുക്ക് നോക്കാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. അങ്ങനെ ഞാൻ പോയി. മാതാവിൻ്റെ കാശിരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ചേർത്ത് പിടിച്ചാണ് ഞാൻ പോയത്. മക്കൾ 2 പേരും മാതാവിൻ്റെ നല്ല വിശ്വസ്തരാണ്. എല്ലാ ധ്യാനങ്ങളും കൂടും. ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം 2 പേർക്കും പാഠപുസ്തകങ്ങളെക്കാൾ കൂടുതൽ ബൈഹാർട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അകത്തേക്ക് മുറിയിലേക്ക് കയറി, തിയേറ്ററിൽ കയറി. ഡോക്ടർ കുഞ്ഞിനെ പരിശോധിക്കാൻ തുടങ്ങി. പക്ഷേ കുഞ്ഞ് ഓക്കാനിക്കുന്ന കാരണം അദ്ദേഹത്തിന് നോക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, കൊച്ചു കുട്ടികളെപ്പോലും ഞാനിത് നോക്കുന്നതാണ്, പിന്നെ ഇതെന്താണ് സാധിക്കുന്നില്ല. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു, എൻ്റെ മാതാവ് സമ്മതിക്കില്ല കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ആവശ്യമില്ലാത്ത ഇൻസ്ട്രുമെൻ്റ് കടത്താൻ. മാതാവ് സമ്മതിക്കാത്തതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഡോക്ടർ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ വോക്കൽ കോഡ് അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് വോക്കൽ കോഡിൻ്റെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ പ്രാർത്ഥന, അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. ഞാൻ തീരുമാനിച്ചു, മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി പുതുക്കി ഈ നിയോഗം സമർപ്പിച്ചിട്ടേ ഞാൻ ഇനി ഒരു ആശുപത്രിയിലേക്കും പോവുള്ളൂ, പോകേണ്ടി വരില്ല എന്ന് തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ച് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഈ നിയോഗം സമർപ്പിച്ചു. പിന്നീട് ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ തൊണ്ടയിലെ വിശുദ്ധ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധ അമ്മേ, എൻ്റെ കുഞ്ഞിനെ ഒരു ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകാൻ ഇടവരുത്തരുത്, എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം ക്രിസ്റ്റൽ ക്ലിയർ പോലെ തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് പെട്ടെന്നൊരു പനിയുണ്ടായി. ആ പനി എന്ന് പറഞ്ഞ ഒരു അസാധാരണ അവസ്ഥയായിരുന്നു. 15 ദിവസത്തോളം കുഞ്ഞ് ഒരേ കിടപ്പായിരുന്നു. ഭക്ഷണം കഴിക്കില്ല, പല്ല് പോലും തേക്കാൻ എണീക്കാൻ വയ്യാത്ത അവസ്ഥ. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. പ്രാർത്ഥിച്ചു, അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഇവന് പനി കഴിഞ്ഞ് എണീക്കുമ്പോൾ ഇവൻ്റെ ശബ്ദം നേരെയാകും, നീ വിഷമിക്കണ്ട, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് എന്നോട് ആരോ പറയുന്ന ഒരു ധൈര്യം എനിക്ക് കിട്ടി. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഈ ശബ്ദത്തിൻ്റെ കാര്യങ്ങൾ മറന്നേ പോയി. പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്, കുഞ്ഞ് സംസാരിക്കുന്നത് വളരെ ക്ലാരിറ്റിയോടുകൂടി, സെൻറ്റൻസ് ആണേലും വേർഡ്സ് ആണേലും വളരെ ക്ലാരിറ്റിയോടുകൂടി കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ആദ്യം ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെ 6 മാസക്കാലമായിട്ട് കുഞ്ഞിനെ കാണാത്തവർ കണ്ടപ്പോൾ ഇവൻ്റെ ശബ്ദം എങ്ങനെ ക്ലിയറായി, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വിളിച്ചു പറയാൻ തുടങ്ങി, കുഞ്ഞിൻ്റെ ശബ്ദം ക്ലിയർ ആയല്ലോ, നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തിയിരുന്നോ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലമാണ് എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെന്ന്. ഇന്ന് ഈ രോഗത്തിൽ നിന്നും കുഞ്ഞ് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഒരു ഹോസ്പിറ്റലുകളിലോ ഒരു ടെസ്റ്റോ എൻ്റെ കുഞ്ഞിന് ചെയ്യേണ്ടി വന്നില്ല. മൂന്നാമതായിട്ടുള്ളത് എനിക്കുണ്ടായ ഒരു രോഗസൗഖ്യമാണ്. ഞാൻ 2023 മെയ്യിൽ ഇവിടെ ആദ്യമായി വരുന്നതിന് മുമ്പ് തന്നെ ഉദരസംബന്ധമായ ഒരു അസുഖമുണ്ടായിരുന്നു എനിക്ക്. അതായത് ഒരു ഫുഡും കഴിക്കാനൊക്കില്ല. പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയർ ലൂസ് മോഷൻ ആരംഭിക്കും. ഒന്നും കഴിക്കാൻ വയ്യാത്ത അവസ്ഥ. വയറിൻ്റെ അസ്വസ്ഥത കാരണം ഒന്നും തന്നെ ചെയ്യാൻ വയ്യ. അവനവൻ്റെ ദിനചര്യകളിൽ പോലും ചെയ്യാനോ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുവാനോ വയ്യ. ഞാനും കുഞ്ഞുങ്ങളും തനിച്ചാണ് താമസം. ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ. ഞാൻ അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോഴേ ഞാൻ അവിടെ നിയോഗം വെച്ചിരുന്നു. ആദ്യം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പക്ഷേ അത് ക്ലിയർ ആയില്ല, ശരിയായില്ല. അപ്പോൾ ഞാൻ 2ാമത് ഇവിടെ നിയോഗം വെച്ചത്, ശരിക്കും ഇത് എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇത് ട്രീറ്റ് ചെയ്യാനുള്ള കൃപ തരണമേ മാതാവേ എന്നായിരുന്നു. ഞാൻ അന്ന് ഇവിടെ ഉടമ്പടി ക്ലാസ്സിൽ ഇരിക്കുമ്പം പെട്ടെന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയപ്പോൾ എന്താ എനിക്ക് സംഭവിച്ചതെന്നറിയില്ല. ആരോ എൻ്റെ വയറിൽ വന്ന് അമർത്തി പിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഉറക്കമുണർന്നപ്പോൾ ഉടമ്പടി ക്ലാസ് ശ്രദ്ധിച്ചില്ലയോ എന്നൊരു ടെൻഷനായിരുന്നു എനിക്ക്. അതിനുശേഷമാണ് പരുമല ഹോസ്പിറ്റലിലെ ഒരു ഗ്യാസ്ട്രോ എൻഡോളജിസ്റ്റിനെ ഞാൻ കാണുകയും എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി തുടങ്ങിയ അനവധി ടെസ്റ്റുകൾ എനിക്ക് ചെയ്യേണ്ടി വന്നു. ചെയ്തപ്പോഴാണ് എൻ്റെ ചെറുകുടലിലും വൻകുടലിലും വലിയ വലിയ വ്രണങ്ങളാണ്. ആ വ്രണങ്ങൾ കാരണമാണ് ഞാൻ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഡൈജഷൻ ആവാതെ പുറത്തേക്ക് പോരുന്നത്. ഇങ്ങനെ മോശം പോയി എൻ്റെ മലദ്വാര ഭാഗമെല്ലാം പൊട്ടിക്കീറി ബ്ലഡ് വരുമായിരുന്നു. അത്രയ്ക്കൊരു ഭയാനകമായ അവസ്ഥയായിരുന്നു. ഞാൻ അതെല്ലാം മാതാവിൻ്റെ ഉടമ്പടി കാശിരൂപവും തൈലവും തേച്ചാണ് ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്.
അവസാനം ഞാനത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദിവസവും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം എൻ്റെ വയറിന്മേൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഉപരിയായിട്ട് ആ തൈലത്തിൻ്റെ ഒറ്റ ബലത്തിലാണ് എനിക്കിന്ന് രോഗം ഏകദേശം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു എന്ന് തന്നെ പറയാം. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് 20 വർഷക്കാലമായിട്ട് ഞാൻ അനുഭവിച്ചിരുന്ന തലവേദന, അതായത് മൈഗ്രെയിൻ മാത്രമല്ല സൈനസൈറ്റിസ്, 2 അവസ്ഥയും ഒരേപോലെ എന്നെ കടന്നു പിടിച്ച സമയം. ദിവസം മുഴുവനും തലവേദന വന്നു കഴിഞ്ഞാൽ തലയ്ക്ക് പെരുപ്പായിട്ട് ഉടലിന് മേലെ തലയുണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥ. ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും ഈ കാലത്ത് ഇതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ CT എടുക്കൂ, CT ബ്രെയിൻ എടുക്കൂ. ഈ CT ബ്രെയിൻ എടുക്കുന്നത് ഒരു സ്ഥിരം പതിവായിരുന്നു. നോക്കുമ്പോൾ എനിക്ക് മൈഗ്രെയിന്, അക്യൂട്ട് സൈനസൈറ്റിസ് ഇത് മാത്രമായിരിക്കും റിപ്പോർട്ടിൽ വരുന്നത്. ഞാനിത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിൽ വെച്ചതല്ല. പക്ഷേ ഇന്ന് ഈ 2 അവസ്ഥയും എന്നിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറി. ഇന്ന് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല. ഈ 4 രോഗസൗഖ്യങ്ങളാണ് ദൈവ അനുഗ്രഹങ്ങളായിട്ട് എനിക്ക് ലഭിച്ചത്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു ദൈവാനുഭവത്തെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പം ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. അപ്പം ഞാൻ ഇവരുടെ കൂടെയൊക്കെ ചർച്ചിൽ പോകും. അപ്പോൾ എനിക്ക് ഈശോയെ കാണുമ്പോൾ ഒരു ഇഷ്ടം, വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിരുന്നു. മാതാവിനെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നിയിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിൽ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ആരോ എനിക്കൊരു ബൈബിൾ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, സ്വർഗസ്ഥനായ പിതാവേ, ദിവസവും പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് ബൈബിളിനെ കുറിച്ച് ആധികാരികമായിട്ട് ഒന്നും അറിയാത്തൊരു പ്രായം. ഞാൻ വെറുതെ എന്ന പോലെ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കിടന്നു. കുറച്ച് കാലം അങ്ങനെ പോയി. പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു, കുട്ടികളായി, ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലെ, കുടുംബ പ്രാരാബ്ദങ്ങൾ എല്ലാം കാരണം ഞാൻ സംഭവം കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇതിനിടയ്ക്ക് ഞാൻ പുറത്ത് ജോലി ചെയ്തു, ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്, സ്വന്തമായ ഒരു ഭവനം പണിത് അവിടേക്ക് താമസിച്ചു. പക്ഷേ ഈ കാലഘട്ടത്തിലൊന്നും ഈ ബൈബിൾ എന്നെ വിട്ടുപോയില്ലായിരുന്നു. ഞാനത് കൂടെ കൊണ്ട് നടക്കും, എന്തിനെന്നോ ഏതിനെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ആ ബൈബിൾ ഇത്രയും വർഷക്കാലം ഞാൻ കൂടെ കൊണ്ട് നടന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. അന്തരീക്ഷത്തിൽ ഇങ്ങനെ സൂര്യ തേജസ്സോടെ നിൽക്കുന്ന ഈശോൻ്റെ ഒരു രൂപം. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു. അപ്പം ഞാൻ ആലോചിച്ചു, എന്താണ് ഇങ്ങനെ ഈശോയെ സ്വപ്നം കണ്ടത്? സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയതിൻ്റെ ആവാം എന്ന് ഞാൻ കരുതി. ആ സംഭവം ഞാൻ വീണ്ടും വിട്ടു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ, എൻ്റെ അമ്മ മരിച്ചിരുന്നു, അങ്ങനെ ഒരുപാട് സങ്കട അവസ്ഥയിൽ കൂടി കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ. ഈ സമയത്തെല്ലാം ഞാൻ ഈ സ്വപ്നം കണ്ട ഈശോയുടെ രൂപം എൻ്റെ അരികത്തേക്ക് വരുന്നതായി ഞാൻ പല സമയത്തും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ സ്വയം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ദൈവത്തിന് ഇത്രയും ശക്തിയുണ്ടോ? എന്താണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ആ ഒരു സ്വപ്നം, ആ ഒരു ഈശോയുടെ രൂപം എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നതെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഈ കാലയളവിലാണ് എൻ്റെ കുഞ്ഞിന് ഈ രോഗാവസ്ഥ വരുന്നതും ഇവിടേക്ക് കടന്നു വരുന്നതും. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും, എൻ്റെ ഈശോയാണ് പരിശുദ്ധ അമ്മയുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. എന്തിനെന്ന് വെച്ചാൽ ഈശോയെ പറ്റി കൂടുതൽ അറിയുവാനും ഈശോയുമായി സ്നേഹത്തിലാകുവാനും വേണ്ടി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഇതിനിടയിൽ ഞാൻ ഒരു ദിവസം മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കുറച്ച് സമയം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ ബൈബിൾ ആധികാരികമായിട്ട് എവിടെ നിന്ന് വായിക്കണം, എനിക്ക് ഇഷ്ടമുള്ളൊരു ഭാഗം എടുക്കും, ഞാൻ വായിച്ചു തുടങ്ങും. പക്ഷേ എനിക്കെന്തോ ഒരു ഇഷ്ടം തോന്നി വായിക്കാൻ. വചനങ്ങൾ വായിക്കുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കൊരു ബോധ്യം വന്നപ്പോൾ ബൈബിൾ വായിക്കാൻ ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ എനിക്കെന്തോ ഒരു 10-11 മണിയായി കാണും രാവിലെ. ഞാൻ കുളിച്ച് ഫ്രഷായി വന്നു. അപ്പോൾ എന്നോട് ആരോ പറയുന്നു, നീ മുട്ടയെ കുത്തിയിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ല് എന്ന്. ഞാൻ വേഗം തന്നെ മുട്ടയെ കുത്തിയിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി. പെട്ടെന്ന് തന്നെ ആരോ എന്നോട് പറയുന്നു 2 തിമോത്തി എടുത്ത് വായിക്കാൻ. ദൈവമേ, ഞാൻ ഒരിക്കൽ പോലും ഈ ബൈബിളിൽ 2 തിമോത്തി എന്ന ഭാഗം കണ്ടിട്ടേയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെനിക്ക് തോന്നിയതായിരിക്കാം. വീണ്ടും ഞാൻ എൻ്റെ ജോലികളിൽ മുഴുകിയിട്ടേ ഇരുന്നു. പക്ഷേ എന്നെ ജോലികളൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വീണ്ടും എന്നോട് ആരോ പറയുകയാണ്, എനിക്ക് നന്നായിട്ട് കേൾക്കാം എന്നോട് പറയുന്നത് 2 തിമോത്തി വായിക്കൂ എന്ന്. ഞാൻ വേഗം വെപ്രാളം കാരണം ബൈബിൾ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. 2 തിമോത്തി കാണുന്നില്ല. കാരണം ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ബൈബിൾ ആധികാരികമായിട്ട് അറിയാത്തതുകൊണ്ട് 2 തിമോത്തി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പറഞ്ഞു, ഈശോയെ, എനിക്ക് തന്ന വചനമാണെങ്കിൽ ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിയുമ്പോൾ എനിക്കിത് ഞാൻ ഓപ്പൺ ചെയ്യുന്ന ഭാഗം 2 തിമോത്തി ആയിരിക്കണേ. ഞാനങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തുറന്നു നോക്കിയതും 2 തിമോത്തിയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതിലൂടെ ഈശോ എന്നോട് ഒരുപാട് വചനങ്ങൾ സംസാരിച്ചു. ക്രിസ്തു യേശുവിൽ നീ വിശ്വാസം പുലർത്തുക. പിന്നെ അതിൽ പ്രധാനമായിട്ട് 2 തിമോത്തിയിലെ 11-ാമത്തെ വചനമുണ്ട്, നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കുമെന്ന്. അതാണ് എൻ്റെ ഇത്രയും നാളത്തെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഈശോ എന്നോട് സംസാരിച്ചത്.
അതിനുശേഷം ഞാനിവിടെ ഉടമ്പടി പുതുക്കുമ്പോഴേ ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ പോലും ഞാൻ ഇതൊന്നും അങ്ങനെ ഉടമ്പടിയിൽ വെക്കാറില്ല. ഞാൻ എപ്പോഴും വെക്കുന്നത് ഈശോയുമായിട്ട് എനിക്ക് സ്നേഹത്തിലാവണം, പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായി ഈ അൾത്താരയിലൊന്ന് നിൽക്കണം എന്നായിരുന്നു. കാരണം ഈ പുണ്യഭൂമിയിൽ കാലുകുത്തിയതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ അൾത്താരയിൽ നിന്നൊരു സാക്ഷ്യം പറയുക എന്നുള്ളത്. അതാണ് എൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് എനിക്കിവിടെ സാധിച്ചു തന്നത്. പിന്നീട് ഞാൻ അങ്ങനെ കടന്നുപോയി, കുറേ നാൾ കടന്നുപോയി, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു ഈശോയോട് വീണ്ടും എനിക്ക് ആ സ്വപ്നത്തിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടാലോ എന്നൊരാഗ്രഹം. അങ്ങനെ ഈ ഏപ്രിൽ 1 തീയതി എനിക്ക് കുറച്ച് മാനസിക വിഷമങ്ങളുണ്ട്. ഞാൻ എന്നും ബൈബിൾ വായിച്ചിട്ടാണ് കിടന്നുറങ്ങാറ്. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ മാനസിക വിഷമം കാരണം ബൈബിൾ വായിക്കാൻ തോന്നിയില്ല. പക്ഷെ കിടന്നപ്പോൾ ഒരു സങ്കടം, ബൈബിൾ വായിച്ചില്ലല്ലോ. വേഗം ഞാൻ മൊബൈൽ ഓൺ ചെയ്തിട്ട് ബൈബിൾ കോട്ട്സ് എടുത്തിട്ട് കുറേ വചനങ്ങൾ വായിച്ചിട്ട് കിടന്നു. ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ആരോ സംസാരിക്കുന്ന പോലെ തോന്നി, എന്താണ് നീ ബൈബിൾ വായിക്കാഞ്ഞത്? ഞാൻ പറഞ്ഞു, മനസ്സിനൊരു സമാധാനമില്ല, വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ തോബിത്ത് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തോബിത്ത് പിറ്റേ ദിവസം എടുത്ത് വായിച്ചപ്പോഴാണ് കുറേ കാര്യങ്ങൾ എനിക്കതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് ഡേയിലെ ഏപ്രിൽ 8 തീയതി ജോസഫ് അച്ഛൻ്റെ ധ്യാനമായിരുന്നു. അന്ന് രാവിലെ പരിശുദ്ധമ്മ എന്നോട് പറഞ്ഞു, ഇന്ന് നിനക്കുള്ള ധ്യാനമാണ്, നീ വേഗം തന്നെ ധ്യാനത്തിൽ പങ്കെടുക്കണം. അന്ന് ആ ധ്യാനത്തിൽ മുഴുവനും ജോസഫ് അച്ഛൻ പ്രതിപാദിച്ചത് തോബിത്ത് എന്ന ഭാഗമായിരുന്നു ബൈബിളിൻ്റെ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് ചേർന്ന് തന്നിട്ടുണ്ട്. ഇത്രയേറെ ദൈവാനുഗ്രഹങ്ങളും അതിലുപരിയായി ദൈവ അനുഭവങ്ങളും തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, മെൻ്റലി പ്രോബ്ലം ഉള്ള ആൾക്കാരെ താമസിച്ചിരിക്കുന്ന ഒരു അനാഥാലയമുണ്ട്. അവിടെ ഞാനും എൻ്റെ മക്കളും ചേർന്ന് പോകുകയും അവരെ നേരിൽ കാണുകയും സംസാരിക്കുകയും എന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ അവർ ചോദിക്കുന്ന അത്രയും എനിക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിൽ പോലും എന്നാൽ കഴിയാവുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രം ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കാറ്. ഞാൻ പത്രം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പത്രം വെച്ചിട്ട് ഇടതും വലതും ചുമന്ന നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് മാതാവിനെ ഈശോയെ സങ്കല്പിച്ചിട്ട് ഞാൻ പറയും, പരിശുദ്ധമ്മേ, ഞാൻ ഈശോയെ കൈമാറാൻ പോവുകയാണ്, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ് പോകുന്നത്. പോയി അവിടെ ഓരോ വാർഡിലും പോയി രോഗികളെ കാണുകയും വിശുദ്ധ തൈലം അവരുടെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും പത്രം കൊടുക്കുകയും മാതാവിനെ ഈശോയെയും കുറിച്ച് ആരോടും പറയാൻ എനിക്ക് ഒരു മടിയില്ല. എത്ര സമയം സംസാരിച്ച് നിൽക്കുമെന്ന് എനിക്ക് കൂടി അറിയില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. 2 രാജാക്കന്മാർ 20:5. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. സുനിത പ്രസീദ് എന്ന ഈ സഹോദരി മക്കളോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസന മാതാവിനോട് ലഭിച്ച വലിയ സൗഖ്യാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി ആദ്യം പങ്കുവച്ചത് തൻ്റെ മകനുണ്ടായിരുന്ന 2 രോഗാവസ്ഥകൾക്ക് ലഭിച്ച സൗഖ്യമാണ്. ആദ്യത്തേത് ഉറങ്ങുമ്പോഴുണ്ടാവുന്ന ഫിക്സ്, അതിൽ നിന്ന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യം. രണ്ടാമത് കുഞ്ഞിൻ്റെ സ്വരത്തിലുണ്ടായിരുന്ന അടപ്പ്, അത് മാറിക്കിട്ടിയതിനെയും സഹോദരി സാക്ഷ്യപ്പെടുത്തി. പിന്നീട് സഹോദരിയുടെ തന്നെ 2 രോഗാവസ്ഥകൾക്ക് ലഭിച്ച പ്രത്യേകമായ സംരക്ഷണവും സൗഖ്യവും ഇവിടെ സാക്ഷ്യപ്പെടുത്തി. ആദ്യത്തേത് ചെറുകുടൽ വൻകുടൽ ഭാഗങ്ങളുണ്ടായ വലിയ വ്രണങ്ങളിലൂടെ ഭക്ഷണം കഴിക്കുവാനാവാത്ത വിധവും ശരീരം വളരെ ക്ഷീണിച്ചു പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള കഠിനമായ വേദനയുടെ രോഗാവസ്ഥകൾ. അതോടൊപ്പം തന്നെ വലിയ മൈഗ്രെയിനും സൈനസൈറ്റിസ് മൂലം വല്ലാതെ വേദനയും ക്ലേശവും അനുഭവിച്ചിരുന്ന വിഷയങ്ങൾ. 2 വിഷയത്തിലും ലഭിച്ച സൗഖ്യവും സംരക്ഷണവും സഹോദരി സാക്ഷ്യപ്പെടുത്തി. എന്നാൽ ഈ സാക്ഷ്യം നാം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നത് സഹോദരിയുടെ വിശ്വാസ ജീവിതമാണ്. ഈശോയെ എത്ര കണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്വന്തമാക്കി അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിക്കുവാനുള്ള തിഷ്ഠതയോടുകൂടി ഓരോ ദിവസവും ചുവടുവെക്കുന്നുവെന്ന് വാക്കുകളിൽ വളരെ വ്യക്തമാണ്. സഹോദരി പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴൊക്കെ ഉടമ്പടിയിൽ നിയോഗം എഴുതുമ്പോൾ ഭൗതികമായ ആവശ്യങ്ങളല്ല എഴുതുക, മറിച്ച് ഈശോയോടൊപ്പം ജീവിക്കുവാൻ, ഈശോയുടെ സ്നേഹത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഓരോ തവണയും ഉടമ്പടി പുതുക്കുന്നത്. ദൈവജനത്തെ എത്ര കണ്ട് സ്നേഹിക്കുകയും അത് പാരായണം ചെയ്യുന്നതിന് എത്ര കണ്ട് പരിശ്രമം നടത്തുകയും ചെയ്യുന്നുവെന്നും സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവജനത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ദൈവവചനം തന്നെ നമ്മളെ ഉണർത്തുകയും നമ്മോട് സംസാരിക്കുകയും
നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു എന്നുകൂടി സഹോദരിയുടെ സാക്ഷ്യത്തിൽ വ്യക്തമാണ്. ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ദൂതരായി എത്തുക, ചില സ്വപ്നങ്ങൾ, ചില കാഴ്ചകൾ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് ചേരുന്ന വിധത്തിൽ ദൈവിക ഇടപെടലായി നമുക്ക് കൈമാറുക. അതെല്ലാം ഈ സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ വ്യക്തികളുടെ ഇടപെടലുകളുണ്ട്, വചനത്തിൻ്റെ വെളിച്ചമുണ്ട്, ചില സ്വപ്നങ്ങളുണ്ട്. അതെല്ലാം പിന്നീട് ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായി അമ്മ മാതാവ് കരം പിടിച്ച് നടത്തുന്നതിൻ്റെ സൂചകങ്ങളായി മാറുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, എത്ര ഗുരുതരമായ രോഗാവസ്ഥയിലൂടെ, എത്ര പഴകിയ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഏറ്റവും തികഞ്ഞ വിശ്വാസത്തോടുകൂടി പൂർണ്ണമായി അത് സൗഖ്യത്തിന് ഉപകരിക്കുന്ന ഔഷധങ്ങളായി, മരുന്നായി മാറുമെന്ന പ്രത്യാശയോടുകൂടി അവ ഉപയോഗിക്കുവാൻ നമുക്ക് എന്നും ശ്രദ്ധിക്കാം. അത് നമുക്ക് സൗഖ്യവും ആശ്വാസവും പകരുക തന്നെ ചെയ്യും. സഹോദരി ഇടയ്ക്ക് പറയുന്നുണ്ട്, ഒരു ദിനം കിട്ടിയ വചനത്തിൻ്റെ സന്ദേശം 2 തിമോത്തി എടുത്ത് വായിക്കുക എന്നതാണ്. 2 തിമോത്തി എവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ ക്രിസ്തു സാക്ഷി ക്രിസ്ത്യാനി അല്ലാത്തത് കൊണ്ട് ഇതെവിടെയാണ് ഈ 2 തിമോത്തി ഉള്ളത് പോലും എനിക്കറിയില്ലായിരുന്നുവെന്ന് നമ്മളിലേറെ പേരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സുവിശേഷം എത്രയുണ്ട്, എവിടെയുണ്ട്, വചനം എന്താണ്, എങ്ങനെയാണ്, എത്രത്തോളം നമ്മൾ അറിഞ്ഞ് സ്നേഹത്തോടെ വായിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടത്. കാരണം മകൾ പറയുന്നുണ്ട്, ഞാനത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞ് എൻ്റെ ഈശോപ്പയോട് എനിക്ക് വചനം എന്താണോ നീ എനിക്ക് എൻ്റെ മനസ്സിൽ നീ നൽകുന്നത് അത് തെളിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ പുസ്തകത്തിൽ എവിടെയെന്ന് അറിയില്ലെങ്കിൽ കൂടിയും അപ്പുറം കൃത്യമായി ഈശോ എടുത്തു കൊടുത്തുവെന്ന്. മറ്റൊരു ദിവസം തോബിത്തിൻ്റെ വചനം ഇതുപോലെ തന്നെ മകൾ എടുത്തു വായിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എടുത്തു വായിക്കുന്നു. വായിച്ച് അടുത്ത ദിവസം രാവിലെ ലഭിക്കുന്ന തീഷ്ണമായ പ്രചോദനം ഉടൻ തന്നെ ഉടമ്പടി ധ്യാനം കൂടുക എന്നതാണ്. നിനക്കുള്ള സന്ദേശം ഈ ധ്യാനത്തിലുണ്ടെന്ന്. അത് ഏതാണ്ട് ഒരു 3 ആഴ്ച മുമ്പുള്ള ധ്യാനമാണത്. അച്ഛൻ ആ ഉടമ്പടി ധ്യാനത്തിൽ തോബിയാസിനെയും തോബിത്തിനെയും പരിചയപ്പെടുത്തിയും അവരുടെ വിശേഷണങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടും അവരുടെ ബിബ്ലിക്കൽ പ്രാധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ടും സുദീർഘമായി സംസാരിച്ചിരുന്നു. നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തരാണോ, നമുക്ക് വേണ്ടതൊക്കെയും സമയാസമയങ്ങളിൽ അമ്മ മാതാവും ഈശോയും നിരന്തരം കൈമാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ സന്തോഷത്തോടും നിർവൃതിയോടും കൂടി പങ്കുവയ്ക്കുക. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി നമ്മെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.